എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്രായേൽ ലബനനിലെ ആക്രമണം 5 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ലബനന്റെ ഭൂപ്രദേശം ഏറെക്കുറെ മൺകൂനകളായി മാറിയിരിക്കുന്നു. 10 ലക്ഷത്തിലധികം വരുന്ന ജനം ദേശം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ആകെ അവിടെയുള്ള ജനം 55 ലക്ഷം ജനമാണ്. ടെറിട്ടോറിയൽ ബോർഡർ എന്ന് പറയുന്നത് ഒരു 454 കിലോമീറ്റർ ആണ്. 217 കിലോമീറ്റർ നീളവും ചിലയിടങ്ങളിൽ 48 കിലോമീറ്റർ വീതിയും അതുമുതൽ 80 കിലോമീറ്റർ വരെ വീതിയുള്ള ഇടങ്ങൾ ലബനനിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലം. നമ്മുടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ചെല്ലുന്നത്രയും ദൂരമില്ല അവരുടെ തെക്ക് നിന്ന് വടക്കേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അത്രയും ചെറിയൊരു രാജ്യമാണ് ലബനൻ. പണ്ട് ക്രൈസ്തവ രാഷ്ട്രമായിരുന്ന ലബനൻ ഇന്ന് ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ ലബനനിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത നീറ്റലാണ്. അതിന് കാരണം അവർ തന്നെ പാലൂട്ടി വളർത്തിയ അവരുടെ മതവും ആ മതത്തിന്റെ തന്നെ തീവ്രവാദ സ്വഭാവം ചെലുത്തി വളർന്നു വന്ന തീവ്രവാദികളെന്ന് നമ്മൾ വിളിക്കുന്ന ഹിസ്ബുള്ളയുമാണ്. അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് മുഴുവൻ നൽകിക്കൊണ്ടിരുന്നത് ഇറാനാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇറാൻ ഇറാഖിന്റെയും പുറകിൽ കിടന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞാൽ ജോർഡൻ, അത് കഴിഞ്ഞാൽ ഇറാഖ്, അത് കഴിഞ്ഞിട്ടാണ് ഇറാന്റെ അതിർത്തി വരുന്നത്. അത്രയും പുറകിൽ കിടന്നാണ് അവൻ യുദ്ധം ചെയ്യുന്നതും അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. വാസ്തവത്തിൽ ഇറാനാണ് ഏറ്റവും വളരെ ആവേശമുള്ളത് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ അവർക്ക് ഇവരുടെ ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു മനപ്രയാസം. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് കാശും സംവിധാനങ്ങളും കൊടുത്ത് അവരെ കൊണ്ട് ഇസ്രായേലിനെ അടുപ്പിക്കുകയാണ് പാവം പേർഷ്യ എന്നറിയപ്പെടുന്ന ഇറാന്റെ ഒരു പണി. അങ്ങനെ ഇറാന് പുറകിൽ നിന്ന് അധ്വാനിച്ചു എങ്കിലും ഇറാന് പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഗാസയുടെ പകുതിയോളം വരുന്ന ഭാഗം പിടിച്ചെടുത്തു കഴിഞ്ഞു. അവിടെ മുഴുവൻ ഉഴുതുമറിച്ച് തുരങ്കങ്ങളടക്കം നശിപ്പിച്ചിട്ട് അവിടെ ഹമാസിന്റെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പാലസ്തീൻ ജനതയോട് തിരിച്ചു വന്ന് പാർക്കാൻ പറഞ്ഞിരിക്കുന്നു. അവർക്ക് കിടക്കാൻ വീടുകൾ പോലുമില്ല. ചെറിയ ചെറിയ ടെന്റുകൾ പണിത് അവരവിടെ കിടക്കുന്നതാണ് കാഴ്ച. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഹിസ്ബുള്ളയുടെ നേതാവ് കയറി ഇസ്രായേലിനെ ചൊറിയുന്നൊരു ക്രമീകരണം ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയുടെ നേതാവിനെ അടക്കം ഇതിനോടകം ഇസ്രായേൽ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ കുറച്ചുകൂടി തീവ്ര സ്വഭാവത്തിൽ ലബനനിലേക്ക് കടക്കുകയാണ്. ലബനനിലേക്ക് കടക്കുമ്പോൾ മറ്റിതര രാഷ്ട്രങ്ങൾ ഒരൽപ്പം ആശങ്കയോടെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പാലസ്തീനിലേക്ക് കയറിയതുപോലെ അത്ര എളുപ്പമല്ല ലബനനിലേക്ക് കടക്കാൻ. കാരണം ലബനൻ ഒരു സ്വയം ഭരണ പ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്തിലേക്കുള്ള കയറൽ എന്ന പ്രതീതി ഉടലെടുക്കുകയും മറ്റു രാജ്യങ്ങൾ ഇടപെടുവാൻ സാധ്യതയുമുണ്ട്. നമുക്കറിയാം ലബനനെ ചുറ്റി പൊതിഞ്ഞു കിടക്കുന്നത് സിറിയയാണ്. സിറിയ ഇതിൽ ഇടപെടുവാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. സിറിയയുടെ മറുഭാഗത്തായിട്ട് അല്ലെങ്കിൽ സിറിയയുടെ തെക്ക് കിഴക്കൻ ബൗണ്ടറിയിലായിട്ട് ഇറാഖും ഇറാഖിനോട് ചേർന്ന് ഇറാനും കിടക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ കടന്നാൽ വടക്കേക്ക് നമ്മൾ മാറിയാൽ സിറിയ കഴിഞ്ഞു വരുന്നത് തുർക്കിയാണ്. തുർക്കിയോട് ചേർന്ന് കിടക്കുന്നത് ബ്ലാക്ക് സീയുടെ മുകളിൽ കിടക്കുന്നത് ഉക്രൈനാണ്. ഉക്രൈനും റഷ്യയും ബ്ലാക്ക് സീയുടെ ബോർഡർ പങ്കിടുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഇസ്രായേലിന്റെ യുദ്ധം ഇവിടുന്ന് കയറി ലബനനിലേക്കും സിറിയയിലേക്കും തുർക്കിയിലേക്കും ബ്ലാക്ക് സീയിലേക്ക് കടക്കുകയാണ് എങ്കിൽ മുകളിലും താഴെയുമുള്ള ഈ യുദ്ധങ്ങളെല്ലാം കൂടി കണക്ട് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തെക്കേക്ക് കടന്നാൽ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് ഇത് കടന്നാൽ സ്വാഭാവികമായും റഷ്യ കൂടി ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതും സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കഥ പോകുമോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ റഷ്യയെ വടക്കേ അറ്റത്ത് നിന്ന് താടിക്ക് ചൂണ്ടൽ കൊളുത്തി കൊണ്ടുവരും എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്നും താല്പര്യമില്ലാതെ നിൽക്കുന്ന റഷ്യയെ യുദ്ധത്തിനു വേണ്ടി ദൈവം നിർബന്ധിച്ച് കൊണ്ടുവരും എന്ന് ഉറപ്പാണ്.
ഇത് അള്ളാഹ് പറയുന്ന പോലെ അല്ല എന്നറിയണം. അള്ളാഹ് വരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. അയാള് മറ്റ് 360 ദേവന്മാരുടെ കൂടെ മൂലക്കിരുന്നതാണ്. മുഹമ്മദ് നബിയാണ് അയാളെ കൊണ്ടുവന്ന് വെളിച്ചം കാണിച്ചത്. അയാൾക്ക് ലൈംഗിക താല്പര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ആയത്തിറക്കി കൊടുക്കുവാനുള്ള ഒരാളെന്ന നിലയിൽ ഒരു റബ്ബർ സ്റ്റാമ്പ് ദൈവത്തെ അയാൾ ഉണ്ടാക്കിയതാണ്. ആ ദൈവം ഇന്ന് വാനോളം ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ ദൈവത്തിന് അഖിലാണ്ടത്തിന്റെ ഉടയവനായ യഹോവയായ ദൈവത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്നും ഇസ്രായേലിന് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുമെന്നും തിരുവെഴുത്ത് വളരെ കൃത്യമായി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി യഹോവ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരെ വെച്ച് കർത്താവ് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങളിൽ ഒന്നിനും കുറവ് വരാതെ കൃത്യമായി ആ പ്രവചനങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 2500 കൊല്ലങ്ങൾക്ക് പുറകിലാണ് യെഹെസ്കേൽ പ്രവാചകൻ ഈ പ്രവചനം എഴുതി വെക്കുന്നത്. ദാനിയേൽ പ്രവാചകനും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ലാതെ വരാൻ പോകുന്ന ലോക മഹായുദ്ധത്തെ വളരെ കൃത്യമായി പ്രതിപാദിച്ചു വെക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, ഖുർആൻ പോലെ ഒരു പകർത്തിയെഴുത്ത് ഗ്രന്ഥമല്ല വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിലെ 40ഓളം എഴുത്തുകാർ 1600ഓളം വർഷങ്ങൾ കൊണ്ട് 4 ഭൂഖണ്ഡങ്ങളിൽ എഴുതുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന ഭാഗങ്ങൾ കൃത്യമായി സംഭവിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവചന ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിറവേറി വരുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളും കൃത്യമായി നിറവേറും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് നമുക്ക് എത്തേണ്ടതായി വരും. ഗസ നിർജ്ജനമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് ABC ന്യൂസുകാർ പോലും ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവരങ്ങനെ ഇങ്ങനെ ബൈബിൾ അംഗീകരിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ അവർ അതിശയത്തോടു കൂടി കഴിഞ്ഞ ദിവസം പറയുന്നത് കണ്ടു, അയ്യോ ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതെ, 2500 കൊല്ലങ്ങൾക്ക് പുറകിൽ ഇരമ്യാവും യെഹെസ്കേലും ദാനിയേലും യെശയ്യാവും എല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് നടക്കാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. സഖരിയ പ്രവാചകനും അതിനെക്കുറിച്ച് വളരെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഒരറ്റത്തുനിന്നേ സംഭവിച്ചു തുടങ്ങുകയാണ്. പക്ഷേ ഈ പ്രവചനങ്ങളുടെ എല്ലാം സംക്ഷിപ്ത വിവരണം നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഇസ്രായേൽ കർത്താവിനെ സ്വീകരിക്കാതെ നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അവതരിച്ച യഹോവയായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഇസ്രായേൽ സ്വീകരിക്കാത്തൊരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നതിന് സംശയം വേണ്ട. യേശുക്രിസ്തുവിനെ ഇസ്രായേൽ സ്വീകരിക്കാത്തത് വന്നതുകൊണ്ട് ഇസ്രായേലിനെ കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ലോകത്തെമ്പാടും ചിതറിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് ബൈബിൾ ഭാഷ്യം. ലോകത്തെമ്പാടും ഇസ്രായേലിനെ ചിതറിച്ചു കളഞ്ഞിരിക്കുകയും അവൻ തിരിച്ചു വരുന്നത് വരെയുള്ള കാലം ലോകത്തിലെ ഏത് ജാതിക്കും രക്ഷിക്കപ്പെടുവാനുള്ള ഒരു അവസരം കർത്താവ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ രക്ഷാദിവസമാണ്, ഇപ്പോൾ സുപ്രസാദ കാലമാണ്, ഏതവനും രക്ഷിക്കപ്പെടാൻ പറ്റിയൊരു സാഹചര്യമാണ്. ഇത് മുതലാക്കാതെ വരുന്ന പക്ഷം ഈ യുദ്ധക്കെടുതിയിൽ നശിച്ചു പോകുമെന്നുള്ളതല്ല ഗൗരവകരമായ കാര്യം. ഈ യുദ്ധം അവസാനിച്ചിട്ട് എന്നേക്കുമുള്ള നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ന് ഭൂമി മുഴുവൻ കൈയാളിക്കൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചെകുത്താനാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ ചെകുത്താനെയും നരകത്തിലേക്ക് തള്ളിയിടാൻ പോകുന്ന കാലം അനധിവിദൂരമല്ല. ചെകുത്താനോടൊപ്പം ജീവിക്കുന്ന മാനവകുലത്തെയും നരകത്തിലേക്ക് തള്ളിയിടുന്ന കാലം അനധിവിദൂരമല്ല. അതുകൊണ്ട് തന്നെയാണ് ചെകുത്താൻ വളരെ റിസ്ക് എടുത്ത് മനുഷ്യനെ മുഴുവൻ എങ്ങനെയും തെറ്റിച്ച് അവന്റെ കൂടെ നിർത്തി എങ്ങനെയും നരകത്തിൽ കൊണ്ടുപോകുവാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നത്. മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം പറഞ്ഞുവിട്ട പുത്രനായ ക്രിസ്തുവിനെ ജനം തിരിച്ചറിയാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ജനം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെകുത്താൻ കരത്തിലെടുത്ത് പ്രയോഗിച്ച കൃത്യം ഒരു ആയുധമായിരുന്നു മാനവരിൽ മഹോന്നതൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് നബി അവതരിപ്പിച്ച അള്ളാഹു ആകട്ടെ ലൂസിഫറിന്റെ മറ്റൊരു പകർപ്പുമാണ്. ഞാൻ ആ ഭാഗങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിലും ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയും ചില ക്ലാസുകൾ കൈകാര്യം ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ ആ ഭാഗം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തിരുവെഴുത്ത് പറയുന്നതനുസരിച്ച് ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവ് താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ച് കർത്താവ് ഒന്ന് കാത്തിരിക്കുന്നതേ ഉള്ളൂ എന്ന് പത്രോസ് അഭിപ്രായപ്പെടുമ്പോൾ മാക്സിമം ജനം രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൗർഭാഗ്യവശാൽ ജനത്തിനത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. മാനവകുലത്തെ രക്ഷയിൽ നിന്നും പിന്നോട്ടടിക്കുവാൻ വേണ്ടി ചെകുത്താൻ കൊണ്ടുവന്ന ഗ്രന്ഥവും ചെകുത്താൻ കൊണ്ടുവന്ന പ്രവാചകനും ചെകുത്താൻ കൊണ്ടുവന്ന ദൈവവും ഇന്ന് മുഴു ലോകത്തെയും തകർച്ചയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ,
എന്താണ് പാലസ്തീന്റെ കണ്ടീഷൻ? ജനത്തിന് നേരെ ചൊവ്വെ ഉറങ്ങാൻ കഴിയാത്ത ഒരന്തരീക്ഷം. കഴിക്കാനൊന്നുമില്ലാത്തത് കൊണ്ടല്ല, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന നശിച്ച ഫിലോസഫി ഈ ജനം എന്ന് മാറോട് ചേർത്തണച്ചുവോ അന്നവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ലെബനൻ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സിറിയയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഇറാഖിന് സംഭവിച്ച് കഴിഞ്ഞത്. അത് തന്നെയാണ് ഇറാനെ കാത്തിരിക്കുന്നത്. നിങ്ങൾ അറിയുക, ഈ രാജ്യങ്ങൾ തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകളെ അവിടെ വളർത്തിയത്. ഇവർ ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകം ശരിക്കങ്ങ് പഠിക്കാൻ തയ്യാറായി. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവകൾ ശരിയാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി അവർ മരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തു. ഇന്ന് അത് അവർക്ക് വിനയായി മാറിയിരിക്കുകയാണ്. അവരുടെ നാശത്തിന് അത് തന്നെ കാരണമായി മാറിയിരിക്കുന്നു. ഇനി അവർക്ക് പഠിച്ചു വച്ച കഥകളിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ലാത്ത വിധം അവരുടെ തലച്ചോറുകൾ മലീമസമായി മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, കേരളത്തിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഗവൺമെന്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിച്ച ഫണ്ട് 80% ഈ ഇസ്ലാമികൾ കൈക്കലാക്കിയിട്ട് അവരുടെ മതം വളർത്തി. ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നശിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ കയ്യിൽ ബോംബൊക്കെ ഇല്ല എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ തക്കിയ ആംബിയർ ഒന്നും ഇവർക്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ദേശങ്ങൾ തമ്മിൽ ഒരു അടിയുണ്ടായാൽ അടിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ രാഷ്ട്രം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുകളിൽ അപ്പന്റെ തോളിൽ കയറിയിരുന്ന് മുലകുടിയുടെ മണം മാറാത്ത കൊച്ചു ചെറുക്കൻ അരിയും മലരും സൂക്ഷിച്ചു വെച്ചുകൊള്ളാൻ വിളിച്ചു പറയാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിക്കുന്ന ഘട്ടത്തിലാണ് മോഡിയുടെ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിട്ട് ഈ തീവ്രവാദ സംഘടനകൾക്ക് ഒരു അത്യാവശ്യം കൂച്ചുവിലങ്ങിട്ടത്. അവകൾ ഒരു നിത്യവിലങ്ങായി നമുക്ക് കണക്കാക്കാനാവില്ല. കാരണം മുഹമ്മദിലൂടെ വ്യാപരിപ്പിച്ച ഈ ദുഷ്ടവ്യാപാരം വളരെ ശക്തിയോടുകൂടി ഇന്ന് ഭൂപരപ്പിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെകുത്താന്റെ പൂർണ്ണ സഹായം അതിന്റെ പുറകിലുണ്ട് എന്ന് നമുക്കറിയണം. ഈ ജനത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ നിലയിൽ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സദാ ജാഗരൂകരായിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. ഈ ഗ്രന്ഥം ഉലകത്തിൽ എവിടെയും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ നശിച്ച ഫിലോസഫി ഒരു കുടുംബത്തിൽ പോലും സമാധാനം ഉണ്ടാക്കിയിട്ടില്ലെന്ന് നിങ്ങൾ അറിയണം. സാധാരണ ജനത്തിന് മാന്യമായി ജീവിക്കാൻ പോലും കഴിയില്ലാത്ത വിധം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു പൈശാചിക ബാധയായി ഈ സാധനം വളർന്നിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ലെബനനിലെ 10 ലക്ഷത്തിലധികം വരുന്ന ജനം വാരിക്കെട്ടി അവരുടെ ഭവനങ്ങൾ വിട്ട് വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ഓടേണ്ടി വരുന്നതിന്റെ പുറകിലത്തെ കാരണവും ഈ ചെകുത്താന്റെ ഫിലോസഫിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതിനിയും നമ്മുടെ കേരള മണ്ണിൽ വളരുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്ത് മിണ്ടാതിരുന്നാൽ താമസമിന നമ്മുടെ വീടുകളിൽ ഇവർ ആയുധം കൊണ്ട് ശേഖരിക്കാൻ തയ്യാറാകും. നമ്മുടെ വീടുകളിൽ ഇസ്രായേലിന്റെ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുവാൻ സാധ്യതയുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കാൻ തയ്യാറാകരുത്. ഗൗരവത്തോടുകൂടി കാര്യത്തെ കാണണം. ഈ നശിച്ച ഫിലോസഫിയെ പിടിതെറിയുവാൻ നമ്മൾ തയ്യാറായേ മതിയാകൂ. ചെകുത്താന്യ ഫിലോസഫി ഈ ജനത്തിന് തിരിച്ചറിയുവാൻ പാകത്തിന്, ഈ ജനത്തിന് കണ്ണു തുറക്കുവാൻ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ ഈ സമയം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ലെബനൻ കൂടി പിടിച്ചടക്കുന്ന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ മൂവ് ചെയ്താൽ മറ്റിതര ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിൽ ഇടപെടുമെന്നതിന് സംശയം വേണ്ട. ഏറ്റവും ഒടുവിലായി ഏകദൈവമേ ഉള്ളൂ, അത് അല്ലാഹുവാണ് എന്ന് പറയുന്ന ജനത്തിന്റെ പുറകിൽ ദൈവമില്ല എന്ന് പറയുന്ന റഷ്യയും അണിനിരക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കഥ മാറും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് ഒരു ലോകമഹായുദ്ധം തന്നെയാണ്. അത്തരത്തിലൊരു ലോകമഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് വരികിൽ യുദ്ധമില്ലാത്ത നാട്ടിലേക്ക് ഞാനും നിങ്ങളും പറന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്കായി നമ്മുടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോകുവാൻ നമ്മൾ കരുതലുള്ളവരായിരിക്കണമെന്നും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിച്ച് ക്രിസ്തുവിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും ഈ സമയം നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റം വരാത്ത തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, വേദഗ്രന്ഥം വായിക്കുക, മാനസാന്തരപ്പെടുക, നിത്യതയ്ക്കൊരുങ്ങുക. ലോകം നാശത്തിലേക്ക് ഒരുങ്ങുന്നു. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവിനോടൊത്ത് നിത്യതയ്ക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.